വിശുദ്ധ ഖുർആനിനോടൊപ്പം 15-ാം ദിവസം. ഖുർആനിലെ സൂറത്തുൽ ഇസ്രായിലെ സമ്പൂർണമായ 111 സൂക്തങ്ങളും സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 74 സൂക്തങ്ങളും ചേരുന്ന 15-ാം ജുസ്ഇലെ കേന്ദ്ര പ്രമേയങ്ങളാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. മക്കയിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള പ്രവാചകന്റെ രാപ്രയാണത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ടാണ് സൂറത്തുൽ ഇസ്രാ ആരംഭിക്കുന്നത്. ബനൂ ഇസ്രായേലരുടെ കുടിലമായ ചെയ്തികളെക്കുറിച്ചുള്ള പരാമർശം തുടർന്നുള്ള ആയത്തുകളിൽ കാണാൻ സാധിക്കും. 23-ാം സൂക്തം മുതൽ 38-ാം സൂക്തം വരെയുള്ള സൂറത്തുൽ ഇസ്രായിലെ പരാമർശങ്ങൾ അതീവ ഗൗരവമർഹിക്കുന്നതാണ്. മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ സൂചിപ്പിച്ച ശേഷം അവരോട് ഛേ എന്ന് പോലും പറയരുതെന്നും വാർദ്ധക്യത്തിൽ അവരെ കരുതലോടുകൂടെ കൂടെ കൂട്ടണമെന്നും അവർക്ക് വേണ്ടി റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്നും പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് ഈ ഭാഗത്താണ്. അനാവശ്യമായി പണം കളയുന്നവർ പിശാചിന്റെ സഹോദരങ്ങളാണെന്നും അവർ മുബദ്ദിറുകളാണെന്നും വിശദീകരിക്കുന്നത് 27-ാം സൂക്തത്തിലാണ്. ദാരിദ്ര്യം ഭയന്ന് നിങ്ങളുടെ മക്കളെ കൊല്ലരുതെന്നും ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നുള്ള പരാമർശമാണ് 31-ാം സൂക്തത്തിലേത്. വ്യഭിചാരത്തിലേക്ക് അടുക്കരുത് എന്നുള്ള വലാ തഖ്റബു എന്നുള്ള ഭാഗം വരുന്നത് 32-ാം സൂക്തത്തിലാണ്. അറിവില്ലാത്ത കാര്യങ്ങളുടെ പുറകെ പോകരുതെന്നും അങ്ങനെ പോയാൽ അവരുടെ കണ്ണും കാതും ഹൃദയവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്നൊരു ദിവസം വരാനുണ്ടെന്നും 36-ാം സൂക്തത്തിൽ പരാമർശം വിശ്വാസികൾക്ക് മുൻപാകെ വെക്കുകയാണ്. രാത്രി നമസ്കാരം അള്ളാഹു നിങ്ങൾക്ക് നൽകിയ അധികമായൊരു പുണ്യമാണെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണ് തഹജ്ജുദിനെ മുൻനിർത്തി 79-ാം സൂക്തത്തിൽ. സത്യം വന്നുവെന്നും അസത്യം മാഞ്ഞുപോയെന്നും പറഞ്ഞ് ഇന്നൽ ബാത്തില കാന സഹൂക്ക, ബാത്തിൽ തകർന്നടിയാനുള്ളതെന്ന് വിശദീകരിക്കുകയാണ് 81-ാം സൂക്തത്തിൽ പടച്ചതമ്പുരാൻ ചെയ്യുന്നത്. ആത്മാവിനെ കുറിച്ചുള്ള റൂഹിനെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണെന്ന് 85-ാം സൂക്തത്തിൽ പറയുന്നു. വിശ്വാസം സംരക്ഷിക്കാനായി ഗുഹയിൽ അഭയം പ്രാപിച്ച സത്യവിശ്വാസത്തെ അത്രമേൽ സ്നേഹിച്ച വിശ്വാസികളുടെ യുവാക്കളുടെ കഥയാണ് സൂറത്തുൽ കഹ്ഫിലുള്ളത്. അള്ളാഹുവിന്റെ മാർഗത്തിൽ സർവം സമർപ്പിക്കാൻ വിശ്വാസികൾക്ക് പ്രചോദനമാണ് അവരുടെ കഥ. സമ്പത്ത് കൈവശം വെച്ച് അഹങ്കരിക്കുന്നവരുടെ തകർച്ചയെക്കുറിച്ചുള്ള പരാമർശം ഉപമകൾ സഹിതം 32-ാം സൂക്തം വരെയുള്ള പരാമർശത്തിൽ വിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫിലൂടെ പറയുന്നുണ്ട്. സംഭവങ്ങൾക്കപ്പുറത്തെ യാഥാർത്ഥ്യം അള്ളാഹുവിനെ അറിയൂവെന്നും അത്തരത്തിലുള്ള അറിവ് തേടിയുള്ള ഒരു യാത്രയായിരുന്നു മൂസാ നബി അലൈഹി ഇസ്ലാമിയുടേതും അദ്ദേഹത്തിന്റെ സഹയാത്രികന്റേത് എന്നുമുള്ള ചരിത്രമാണ് ഹിളർ മൂസ സംഭവം വിശദീകരിക്കുന്നതിലൂടെ സൂറത്തുൽ കഹ്ഫ് പ്രതിപാദിക്കുന്നത്.